നമുക്ക് ഫ്രാൻസിൽ ഫ്രീ ആയിട്ട് ഫ്രഞ്ച് പഠിക്കാൻ പറ്റും. ഇവിടുന്ന് ഗവൺമെൻറ് തന്നെ നമുക്കത് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് ഫ്രീ ആണ്, ഫീസൊന്നുമില്ല. 6 മാസത്തെ കോഴ്സായിരിക്കും. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ക്ലാസ് ഉണ്ടാവും. അപ്പം രാവിലെ ഞാൻ 5 മണിയാകുമ്പം എഴുന്നേറ്റ് കൊണ്ടുപോകാനുള്ള ലഞ്ച്, നമ്മൾ ഫുഡെല്ലാം കൊണ്ടുപോകണം. കൊണ്ടുപോകാനുള്ള ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്യും. പിന്നെ കൊണ്ടുപോകാനുള്ളതും പിന്നെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കും. അത് കഴിഞ്ഞ് കുഞ്ഞിന് സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിലോട്ടും കൊണ്ടാക്കണം. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 9 മണിക്കാണ് എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ കുഞ്ഞിനെ ഞാൻ സ്കൂളിലോട്ടാക്കും. പിന്നെ ഇപ്പം വിൻ്റർ ആയത് കാരണം നല്ല ഇരുട്ടായിരിക്കും ഈ ഒരു ടൈമിൽ. 8 മണിയായി, പക്ഷെ നല്ല ഇരുട്ടായിരിക്കും. നമ്മൾ കൃത്യം 8:20 ആകുമ്പോഴാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനാക്കിയിട്ട് അവിടുന്ന് നേരെ ഒരു 4 സ്റ്റോപ്പുണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് നടന്നു പോകുന്നത്. ഈ ഒരു ടൈമിലൂടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പോൾ ബസ്സിന് പോയാലും നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മിക്കവാറും നടന്നാണ് പോകുന്നത് ക്ലാസ്സിലോട്ട്. ക്ലാസ് കൃത്യം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിനിടയ്ക്ക് നമുക്ക് 1-2 ബ്രേക്ക് കിട്ടും. ലഞ്ച് ബ്രേക്ക് ഉണ്ട്, പിന്നെ കോഫി കുടിക്കാനുണ്ട്. വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ 4 മണിയാകുമ്പോൾ ഇറങ്ങും. സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്യാനുള്ള കാരണം 4 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് നേരെ സ്കൂളിലോട്ട് പോകും. സ്കൂളിൽ പോയി പിന്നെ കുഞ്ഞിനെ എടുക്കും അവിടെ നിന്ന്. നല്ല രീതിയിൽ ബേസിക് തൊട്ട് നമുക്ക് പഠിപ്പിച്ചു തരും. പിന്നെ കമ്പ്യൂട്ടർ അറിയാൻ പാടില്ലാത്ത കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കുണ്ട്, അപ്പം അതിൻ്റെ സെഷൻ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുള്ള കാരണം നമുക്ക് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നേരെ ക്ലാസ്സും കഴിഞ്ഞ് സ്കൂളിൽ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് തിരിച്ചു പോകണം. സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറി അത്. ഇവിടുത്തെ ക്രോസോണും ഇവിടുത്തെ ചീസ് കേക്കും അടിപൊളിയാണ്. അപ്പം നമ്മൾ അത് മേടിച്ച് നേരെ വീട്ടിലോട്ട് പോവുക ചെയ്തത്.